വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ബംഗ്ലാദേശാണ് ഇന്നത്തെ നമ്മുടെ ഇര. ബംഗ്ലാദേശും ഇല്ലീഗൽ ബംഗ്ലാദേശി ഇൻഫിൽട്രേറ്റേഴ്സും, അതായത് നുഴഞ്ഞുകയറ്റക്കാർ. ഈ ഇല്ലീഗൽ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ അടക്കമുണ്ട്, പെരുമ്പാവൂരിൽ അടക്കമുണ്ട്. നമ്മൾ അവരെ പക്ഷേ അതിഥി തൊഴിലാളികൾ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ അവർക്ക് പാലും മുട്ടയും കൊടുത്ത് അവരെ ഇവിടെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നടക്കുന്ന ക്രൈംസിലെല്ലാം ഇപ്പോൾ അവർ നല്ല രീതിയിലുള്ള പങ്ക് വഹിച്ച് വിജയകരമായി മുന്നേറുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കാണുന്നുണ്ട്. പോരാത്തതിന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ, കഞ്ചാവ്, ഡ്രഗ്സ് എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഇവർ നമ്മളെ വെട്ടിച്ച് ഇവർ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. എന്നിരുന്നാലും നമ്മൾ അവർ പാലും മുട്ടയും കൊടുത്ത് സ്വീകരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ തവണ പാലും മുട്ടയും കൊടുത്തപ്പം നമ്മുടെ മന്ത്രിയുടെ നേരെ തന്നെ അതെടുത്ത് എറിഞ്ഞിട്ട് പാലും മുട്ടയൊന്നും നമുക്ക് വേണ്ട, അരിയും പൊരിയൊന്നും വേണ്ട എന്ന് അവർ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പോലീസ് ജീപ്പ് തകർക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇവിടെ യുവന്മാർക്കെതിരെ യാതൊരുവിധ നടപടിയില്ലെങ്കിൽ കേന്ദ്രത്തിൽ വലിയ രീതിയിലുള്ള നടപടി എടുക്കുന്നുണ്ട്. കേന്ദ്രത്തിൽ നമ്മൾ മഹാരാഷ്ട്ര ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ 18 ലക്ഷം റേഷൻ കാർഡുകളാണ് അവിടെ കട്ട് ചെയ്ത് കളഞ്ഞത്. ഈ 18 ലക്ഷം റേഷൻ കാർഡുകൾ ആരാണ് ഉപയോഗിച്ചിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ഇല്ലീഗലായിട്ടുള്ള ബംഗ്ലാദേശികൾ ആൻഡ് റോഹിംഗ്യൻ മുസ്ലിംസ് ആണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നാണ് സർക്കാർ പറയുന്നത്. ഇവർ റേഷൻ വാങ്ങിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അനർഹമായിട്ടാണ് ഇവർ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അർഹരായവർക്ക് കൊടുക്കുകയില്ല, ഇവർ വാങ്ങിച്ച് ഇവർ ഉപയോഗിക്കുകയില്ല. അതായത് പട്ടി പുല്ല് തിന്നെയില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയില്ല എന്ന് പറയുന്നത് പോലെയാണ്. അവന്മാർ അത് വാങ്ങിച്ച് കരിഞ്ചന്തയെ കൊണ്ട് വിൽക്കുക, പൂഴ്ത്തി വിൽക്കുക. ഇതൊക്കെയാണ് അവന്മാരുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത്. മഹാരാഷ്ട്രയിൽ ഒരു മാസീവ് ഡ്രൈവ് നടന്നു, ഡൽഹിയിൽ നടന്നു, ഗുജറാത്തിൽ നടന്നു. ഇനി ഇവിടെ പോയി കഴിഞ്ഞാൽ, അതായത് ഉത്തരാഖണ്ഡിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ പുഷ്കർ സിംഗ് ധാമി മദ്രസ കേന്ദ്രീകരിച്ചാണ് ഈ ഇല്ലീഗൽ ആയിട്ടുള്ള ബംഗ്ലാദേശികളെ പിടിക്കുന്നതെന്ന് പറയുന്നത്. അവിടെ ഈ ഇല്ലീഗൽ ആയിട്ടുള്ള മദ്രസകൾ പൂട്ടിക്കഴിഞ്ഞാൽ ഏറെക്കുറെ യൗമാൻ അവിടെ നിന്നും പോകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 500-600 മദ്രസകളൊക്കെയാണ് ഒരു ടേമിൽ ഇങ്ങനെ പൂട്ടി പോകുന്നത് എന്നുള്ളതാണ്. അവിടെ മദ്രസ ബോർഡിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഡ്രൈവ് നടന്നപ്പോൾ മദ്രസയ്ക്ക് അത് കയറി നോക്കിയപ്പോൾ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥി എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിൽ ഇയാളെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ അവിടെ ഇരുന്ന് പഠിക്കുന്നത്. കാരണം അത്ര പ്രായമുണ്ട് അവന്മാർക്കൊക്കെ. നീയൊക്കെ എവിടെ നിന്ന് വന്നടാ മരഭൂതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് ആധാർ കാർഡ് ഇല്ല, റേഷൻ കാർഡ് ഇല്ല, ഒന്നുമില്ല. അവൻ എവിടെ നിന്നോ ചാടി വന്നു എന്നുള്ളതാണ്. പിന്നെ ആസാമിൽ നമ്മൾ അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ല. ആസാമിൽ നമുക്കറിയാലോ, NPC NRC ഒക്കെ ആസാമിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ വന്നത്. അവിടെയാണ് അവന്മാരുടെ ശല്യം ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ പശ്ചിമ ബംഗാളിലോട്ട് പോകാന്ന് പറഞ്ഞാൽ 6 ജില്ലകൾ അവന്മാരുടെ കയ്യിലാണ്, റോഹിംഗ്യൻ മുസ്ലിംസിന്റെ കയ്യിലാണെന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. പക്ഷെ നമ്മുടെ കേന്ദ്രം ശക്തമായിട്ടുള്ള നടപടിയെടുത്തു. ഇപ്പോൾ ബംഗ്ലാദേശികളെ കുറെ എണ്ണത്തിനെ ഇപ്പോൾ ബംഗ്ലാദേശിലോട്ട് തിരിച്ചുവിടാനായിട്ട് അതിർത്തിയിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ബംഗ്ലാദേശ് പറയുന്നത് ഞങ്ങളുടെ പരമാധികാരത്തിൽ കൈകടത്തരുത് എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ പരമാധികാരത്തിൽ കൈകടത്തിയാൽ ഞങ്ങളുടെ സ്വഭാവം മാറും എന്നാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ഇവന്മാർക്ക് കിട്ടിയതൊന്നും പോരെയെന്ന് നമുക്ക് തോന്നും. പക്ഷെ അവന്മാർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും ഇന്ത്യയുടെ ഒരു റെസ്പോൺസ് ഇതിൽ വരാൻ പോകുന്നത്? ഇവിടെ നിന്നും കോടിക്കണക്കിന് ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. ഇവരെല്ലാം അങ്ങോട്ട് നമുക്ക് തിരിച്ചയക്കാനായിട്ട് സാധിക്കുമോ? ഈ വിഷയം നമ്മൾ ഈ ചാനലിൽ നമ്മൾ രണ്ടും കൂടി ഇരുന്ന് 3 മാസം മുമ്പ് ചർച്ച ചെയ്തു. ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും, റോഹിംഗ്യകളും ബംഗ്ലാദേശികളുമായി അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യ എന്ത് ചെയ്യും, അവരുടെ ഭാവി എന്ത് എന്നുള്ള ഒരു സെയിം ടോപ്പിക്ക് തന്നെ നമ്മൾ 3 മാസം മുമ്പ് ചർച്ച ചെയ്തിരുന്നു. അന്ന് ആ ചർച്ചയുടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റാതെ പോയൊരു ഭാഗം, നമ്മൾ ഇവരെ ഡീപ്പോർട്ട് ചെയ്യുമ്പോൾ ബംഗ്ലാദേശിന്റെ റെസ്പോൺസ് എന്തായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ആ സംശയം മാറി കിട്ടിയിട്ടുണ്ട്. ബംഗ്ലാദേശിന്റെ റെസ്പോൺസ് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് വളരെ ക്ലാരിറ്റിയോട് കൂടി തന്നെ നമുക്ക് ചർച്ചയിലേക്ക് പോകാം. പലരും ഈ ഒരു ബംഗ്ലാദേശികളുടെ കുടിയേറ്റത്തെ കുറിച്ച് പറയുമ്പോൾ പലരും തെറ്റായിട്ട് ചിന്തിക്കുന്നവരുണ്ട്. ഒരുപാട് പേര് നമ്മുടെ ജനങ്ങൾ അവർ കരുതുന്നത് ഈ ബംഗ്ലാദേശിന്റെ അതിർത്തി വഴി ഡെയിലി ഇങ്ങനെ 10,000-15,000 പേര് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക, അത് നരേന്ദ്രമോദി കയറിയതിനു ശേഷം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്, ഒരു കടൽ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, ഇത് തടയാൻ മേലെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷെ ഇങ്ങനെയല്ല ഒരു കുടിയേറ്റം നടക്കുന്നത്. കുടിയേറ്റം ഇപ്പോഴും നടന്നതുമല്ല. ഈ ബംഗ്ലാദേശ് രൂപീകരിക്കുന്ന സമയത്ത് നടന്ന വലിയ റൈറ്റ്സുകളുണ്ട്, വലിയ അക്രമങ്ങളുണ്ട്, കൊലപാതകങ്ങളുണ്ട്. അതിനെയൊക്കെ തുടർന്ന് ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുടിയേറിയിരുന്നു. നമുക്കറിയാം, പണ്ട് നമ്മുടെ ഇന്ത്യയുടെ അതിർത്തികൾക്ക് ഒന്നിനും ഒരു ക്ലാരിറ്റികൾ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ അരുണാചൽ പ്രദേശ് ഇഷ്യൂ ഒക്കെ ഇപ്പോഴും നിൽക്കുന്നത് മോദി കയറിയപ്പോഴല്ല, അതിനു മുമ്പ് നെഹ്റുവിന്റെ കാലത്ത് തന്നെ അവരവരുടേതൊന്നും ഇവരുടേതൊന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അതിർത്തി, അതായത് എന്താണ് നമ്മളതിന് പറയത്തില്ല, 28 പോലും കെട്ടാത്ത ഒരു അതിർത്തിയാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഇപ്പൊ കുറച്ചൊക്കെ ക്ലാരിറ്റി വരുന്നു. അങ്ങനെയാണല്ലോ, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഈ അരിഞ്ഞാണം ഉപയോഗിക്കുന്നത് വേർതിരിച്ച് കാണിക്കാൻ കൂടിയാണല്ലോ. അതില്ലാതെ പോയൊരു രാജ്യമാണ് ബംഗ്ലാദേശ്. ഏറെക്കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഞാൻ പറഞ്ഞില്ല, ബംഗ്ലാദേശിലുള്ള പലരും അവരുടെ റിലേറ്റീവ്സ് ഒക്കെ ഒരുപാട് പേര് ബംഗാളിലും ആസാമിലും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. അത് കൂടാതെ തന്നെ ഇന്ത്യയിലെ ഈ അനധികൃത കുടിയേറ്റം ഒരു വലിയ പരിധിവരെ ഉണ്ടായത് ദിയോബന്ദ് യൂണിവേഴ്സിറ്റികൾ, മദ്രസകൾ, ഇങ്ങനെയുള്ള മതപാഠശാലകൾ UP-യിലും ബീഹാറിലും അടക്കം അനവധി ഉണ്ടായിരുന്നു. ഇവിടെ വിദേശ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ അന്നത്തെ കാലത്ത് സർക്കാരുകൾ ചെയ്തു കൊടുത്തു. ഇന്നത് പറ്റില്ല, വലിയ പാടാണ്. അപ്പം ഇതിന്റെ മറവിലാണ് വലിയ രീതിയിൽ മതപഠനത്തിനും മതപ്രഭാഷണത്തിനുമായിട്ട് ഇവിടെ എത്തുകയാണ് ഒരു വിഭാഗം ചെയ്യുന്നത്. മറുവിഭാഗം ഇവിടെ ചെയ്യുന്നത്
ഈ മെഡിക്കൽ വിസയിൽ ഇവിടെ എത്തുക. അന്നൊന്നും ഇവിടെ ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ല. അതാണ് അതിന്റെ കാര്യം. ഇത് ഇന്നലെ ഈ 2016 പാർലമെന്റിൽ നമ്മൾ അന്നത്തെ മന്ത്രിയായിരുന്ന കിരൺ റിജിജു പറഞ്ഞത് 2 കോടി ബംഗ്ലാദേശികൾ ഇന്ത്യയിലുണ്ടെന്നാണ്. ഈ 2 കോടി പേര് കയറുന്നത് ഇന്നലെയല്ല, മിനിഞ്ഞാന്നുമല്ല, ഇത്രയും പതിറ്റാണ്ടുകളായിട്ട് അവർ കയറിയവരാണ്. ഇവരിവിടെ എത്തുന്നു. എത്തിയതിനു ശേഷം പല രൂപത്തിലും ഭാവത്തിലും എത്തുന്നു. പിന്നെ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ആസാമിലുള്ള 25% ജനപ്രതിനിധികളും ഈ അനധികൃതമായി കുടിയേറി ആസാമിൽ അധിനിവേശം ഉറപ്പിച്ച ബംഗ്ലാദേശികളാണ്. ഇതിനെതിരെയുള്ള വലിയ വികാരമാണ് BJP ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് അടിക്കടി ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ രസകരമായ ഒരു കാര്യമുണ്ട്. അവിടുത്തെ ഒരൊറ്റ മുസ്ലിങ്ങൾക്ക് ഇവന്മാരെ കണ്ണുകീറിയെ കണ്ടുകൂടാ. അവർ പറയുന്നത് തദ്ദേശീയരായ മുസ്ലിങ്ങളായ ഞങ്ങളുടെ എല്ലാം കവർന്നെടുക്കുന്ന ഇവന്മാരാണ്. ഞങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യം, ഞങ്ങൾ ഈ നാട്ടിൽ ജനിച്ചു വളർന്നവരാണ്, ഞങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യം, ഞങ്ങളുടെ കുട്ടികൾക്ക് കിട്ടേണ്ട സ്കോളർഷിപ്പുകൾ, ഞങ്ങളുടെ കുട്ടികൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, ഇതെല്ലാം ഇവന്മാർ തട്ടിയെടുക്കുക. ഇവന്മാർ ഇവിടെ വരുന്നു, വ്യാജ ആധാർ കാർഡും മറ്റുമൊക്കെ ശേഖരിച്ചുകൊണ്ട് ഇവരിവിടെ പെർമനന്റ് ആകുന്നു, ഇവിടുന്ന് വിവാഹം കഴിക്കുന്നു, അങ്ങനെ പോകുന്നു. മറ്റൊരു തിക്തഫലം അനുഭവിക്കുന്ന സംസ്ഥാനം വെസ്റ്റ് ബംഗാൾ. അതായത് അവിടെ ഭരിച്ച CPM, തൃണമൂൽ കോൺഗ്രസും എല്ലാം അവരുടെ വോട്ടിന് വേണ്ടി ഇവരെ വളർത്തി. ബോർഡറിലുള്ള ഏതാണ്ട് 6 ജില്ലകളിൽ ഭൂരിപക്ഷം ഈ റോഹിംഗ്യ മുസ്ലിങ്ങൾ മാത്രമല്ല, റോഹിംഗ്യ മുസ്ലിങ്ങൾ കുറവാണ്, ഈ അനധികൃത ബംഗ്ലാദേശികളാണ് ഉള്ളത്. ഇപ്പൊ അവരുടെ കയ്യിൽ അവിടെയും തദ്ദേശീയ മുസ്ലിങ്ങൾ ഇവർക്കെതിരാണ്, തദ്ദേശീയരായ മുസ്ലിങ്ങൾ ഇവർക്കെതിരാണ് എല്ലായിടത്തും. കാരണം അവരുടെ കഞ്ഞിയിലാണ് ഇവന്മാർ കൈയിട്ട് വാരിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് അവർക്ക് നന്നായിട്ട് അറിയാം. അവർക്ക് മതമൊന്നും കയറി തലയ്ക്ക് പിടിക്കുന്നതല്ല. തലയ്ക്ക് പിടിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് ഞങ്ങളുടേതാണല്ലോ ഇത് തിന്നുകൊണ്ട് പോകുന്നത് എന്നുള്ളത്. പക്ഷെ അവർക്ക് വോയിസ് ഇല്ല അത് പറയാനുള്ളത്. അത് ഏറ്റെടുക്കാൻ ഇവിടുത്തെ ഒരു മുസ്ലിം സംഘടനകളും തയ്യാറാകുന്നില്ല. ഇവിടെ തീവ്ര മുസ്ലിം സംഘടന അനുമതിയുണ്ട്. ഇവരുടെ ഇഷ്യൂസ് എന്താ ഉയർത്തി കാണിക്കാത്തത്? അത് ഇല്ല. എന്തുകൊണ്ടാണ് അവർ ചോദിക്കാത്തത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാത്തത്. എന്തുകൊണ്ടാണ് ബംഗാളിലെ ആസാമിലെ മുസ്ലിങ്ങൾക്ക് സർക്കാർ ആനുകൂല്യം നൽകാത്തതെന്ന് ചോദിക്കാത്തത് എന്താണെന്ന് അറിയാമോ? ചോദിച്ചാൽ ആ സർക്കാർ കണക്കെടുത്ത് പുറത്തിടും. ആരാടാ പറഞ്ഞു കൊടുക്കുന്നില്ല, എന്തേ കൊടുത്തു. അപ്പൊ ഇവന്മാർക്ക് പറയേണ്ടി വരും, അയ്യോ ഇതൊന്നും നമ്മുടെ ആൾക്കാരല്ല, ഇത് മറ്റവരാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് അവർ ചോദിക്കാത്തത്. സത്യത്തിൽ ഒരു സമുദായത്തിന് വേണ്ടി നിൽക്കുന്ന സംഘടന ആദ്യം ചെയ്തിട്ടുണ്ട് സ്വന്തം സമുദായത്തിന്റെ പരാധീനതകളെ തുറന്നു കാട്ടിക്കൊണ്ട് തങ്ങൾക്ക് കിട്ടാനുള്ള അവകാശങ്ങൾ പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ ചോദിച്ചു വാങ്ങുകയാണ് വേണ്ടത്. അതിനു പകരം നരേന്ദ്രമോദിക്ക് എതിരെ ജാഥ നടത്തിയുണ്ടോ, അല്ല അവനും മലരും മേടിച്ചു വെക്കണമെന്ന് പറഞ്ഞ് പ്രകടനം നടത്തിയുണ്ടോ, ഈ കള്ളത്തരം പറഞ്ഞുകൊണ്ട കാര്യമില്ല. അതുകൊണ്ടാണല്ലോ ഈ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങൾ UP അടക്കം ഈ പസ്പന്ത മുസ്ലിങ്ങളുടെ വലിയ ഒഴുക്ക് BJP ഉണ്ടാകുന്നു. യോഗി ആദിത്യനാഥിനെ പോലെ കറകളഞ്ഞൊരു ഹിന്ദു സന്യാസി കൃത്യമായി തന്നെ അവിടെ ഭരിക്കുന്നതിന് കാരണം ഇതാണ്. അവർ തിരിച്ചറിഞ്ഞു തുടങ്ങി ഇവന്മാരുടെ കൊള്ളത്തരം കള്ളത്തരം. ഇവന്മാർക്ക് നേട്ടത്തിന് വേണ്ടിയിട്ട്, ഇവന്മാർക്ക് 10 ചിക്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പാവങ്ങളായ മുസ്ലിംസിനെ ബലിയാടാക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരാം. ജാർഖണ്ഡ്, അവിടെ ഹോസ്റ്റൽ വരെ തുറന്നിട്ട് കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യക്കാരായ വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ കിട്ടുന്നില്ല. ഈ നമുക്കറിയാം, ഈ കുറച്ച് നാൾക്ക് മുമ്പായിരുന്നു അവിടെ ABVP പ്രവർത്തകർ ഈ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ അടിച്ചിറക്കാൻ തുടങ്ങി. ഹോസ്റ്റലിൽ കയറുന്നു, ഗോത്രവർഗ മേഖലയിൽ കയറുന്നു, കയറിയിട്ട് അവിടെ നിയമമുണ്ട്. ഈ ഭൂമി അവരുടെ ആൾക്കാർക്ക് മാത്രം, അവരുടെ പെൺകുട്ടികളെ ബലമായി പിടിച്ച് വിവാഹം കഴിക്കുന്നു, എന്നിട്ട് ഈ ഭൂമി സ്വന്തമാക്കുന്നു. ഇതെല്ലാം ഇല്ലീഗലായിട്ട് കയറിയവരാണ്. ബീഹാറിലുണ്ട്, UP ഇപ്പോൾ ഒരു പരിധി വരെ അത് നിർത്താൻ കഴിഞ്ഞു. ഒഡീഷയിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്, കർണാടക, സൗത്ത് ഇന്ത്യയാണ് ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ സ്വർഗം. കാരണം നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ ഏകദേശം വഴിയടങ്ങും. കാരണം മമതയ്ക്ക് പോലും ഇപ്പോൾ വലിയ റോളില്ല അതിർത്തിയുടെ കാര്യത്തിൽ. കാരണം BSF ഒരു 50 കിലോമീറ്റർ ചുറ്റളവിൽ, അതായത് അതിർത്തിയിൽ നിന്ന് 50 കിലോമീറ്റർ ചുറ്റളവിൽ അവർക്ക് അന്വേഷിക്കാനും അറസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള അധികാരം കൊടുത്തതോടുകൂടി മമതയ്ക്ക് വലിയൊരു കളിയൊന്നും അവിടെ നടക്കത്തില്ല. ആസാമിൽ അറിയാം, ഹിന്ദു ബിശ്വ ശർമ്മയാണ്, കാല് തല്ലി ഓടിക്കും ആ അതിർത്തി അറിയാൻ കിടന്നത്. ഇപ്പോഴത്തെ കാര്യം ഞാൻ ഈ പറയുന്നത്, ഇത് മുമ്പ് തൊട്ടേ നടന്ന കാര്യമാണ് പറയുന്നത്. യോഗി ആദിത്യനാഥ് ബുൾഡോസർ എപ്പോൾ കയറി ഇറങ്ങിയെന്ന് ചോദിച്ചാൽ മതി. ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ നടക്കുന്നില്ല. മഹാരാഷ്ട്രയിൽ പണി ഓടുന്നില്ല. നമുക്കറിയാം, അവിടെ ഒരു നടൻ സൈഫ് അലി ഖാൻ കുത്തേറ്റപ്പം ഒരു ബംഗ്ലാദേശി ആണെന്ന് പറഞ്ഞപ്പോൾ അവിടെ നടന്ന പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. അതായത് ഒരു ചെറിയ തീപ്പൊരി വീടൊക്കെ കാത്തിരിക്കുകയാണ് ഇവന്മാരൊക്കെ തല്ലുകൊണ്ട് നെട്ടോട്ടോടാനായിട്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ ഇന്ത്യ മുഴുവൻ ഒരു വലിയ ഡ്രൈവ് നടക്കുന്നു, കേരളത്തിലും നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്തും കൊച്ചിയിലും അടക്കമേ നമ്മുടെ ഒരു അറിവിൽ 67 പേരോളം പിടികൂടിയിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. സുപ്രീം കോടതി പലവട്ടം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇവരെ പിടിച്ച് ജയിലിൽ ഇട്ടേക്കുന്നത്, നമ്മുടെ ചെലവിൽ എന്തിനാണ് ഇവരെ തീറ്റിപ്പോറ്റുന്നത്, അവരെ ഡീപ്പോർട്ട് ചെയ്യൂ, എത്രയും പെട്ടെന്ന് അവരെ അതിർത്തി കടത്തൂ എന്ന്. പക്ഷെ അന്ന് നമ്മൾ ചർച്ചയിൽ പറഞ്ഞ കാര്യം തന്നെ ഞാൻ വീണ്ടും പറയുന്നു. ഒരു പൗരന്മാരെ നമ്മൾ അതിർത്തി കടക്കുന്നതിന് ഒരുപാട് നിയമങ്ങളുണ്ട് പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ പൗരന്മാരെ അനധികൃതമായി കുടിയേറിയത് അമേരിക്കയിൽ നിന്ന് ഇവിടെ പുറത്താക്കി. ഇവിടെ ഭയങ്കര കോലാഹലങ്ങളായിരുന്നു. അപ്പോൾ പുറത്താക്കിയപ്പോൾ അത് പുറത്താക്കുന്നതിന് മുമ്പ് ഒരു ലിസ്റ്റ് നമുക്ക് തരും, നമ്മുടെ രാജ്യത്തിന് തരും. ഇത് നിങ്ങളുടെ പൗരന്മാരാണോ എന്നുള്ളത് കൺഫേം ചെയ്യുക എന്നുള്ളത്. നമ്മളൊരു ഒറ്റ പൗരനും നമ്മുടെതല്ലെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ പൗരന് ഈ ലോകത്ത് എവിടെങ്കിലും ഇന്ത്യൻ പൗരനാണെങ്കിൽ അവൻ ലോകത്ത് എവിടെങ്കിലും, ഇതിപ്പോ കഴിഞ്ഞ ദിവസം ഇറാനിൽ നിന്ന് 3 പേരെ കാണാതായി. എസ് ജയശങ്കർ നേരിട്ട് തന്നെയാണ് ഇറാന് നിർദ്ദേശം കൊടുത്തത്, അത് എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ പോയി കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവരും. അവിടെയാണ് 2 കോടി വരുന്ന സ്വന്തം പൗരന്മാരെ തിരിച്ചെടുക്കില്ല, നിങ്ങൾ അനധികൃതമായ ആൾക്കാരെ ഞങ്ങൾ തള്ളിവിടണ്ട എന്ന് പറയുമ്പോൾ ഇവരുടെ ഭാവി എന്താകുന്ന ഒരു ചോദ്യമുണ്ട്. റോഹിംഗ്യയുടെ ഭാവി എന്താണ് ലോകത്തിൽ?
സ്വന്തമായിട്ട് ഊരോ പേരോ നാടോ സ്ഥലമോ ഇല്ലാതെ ചുറ്റിത്തിരിയുകയാണ്. ഈ സമാനമായ സാഹചര്യത്തിലേക്ക് ഇന്ത്യയിലെ ബംഗ്ലാദേശികൾ മാറും. ഈ കുടിയേറിയ ഇല്ലീഗലാണ്. ഇത് പെട്ടെന്ന് ഇനി പിടുത്തം വീഴും. അതിന് വേറൊരു നിയമം ഇന്നലെ കൊണ്ടുവന്നു കേന്ദ്ര സർക്കാർ. അതിപ്പം നമ്മുടെ വീടുകൾക്കൊക്കെ ഇനി മുതൽ ഒരു ഡിജിറ്റൽ നമ്പർ ഉണ്ടാകും. ഒരു വ്യക്തിക്ക് ഒരു ആധാർ കാർഡിന്റെ നമ്പർ പോലെ വീടുകൾക്ക് ഡിജിറ്റൽ നമ്പർ ഉണ്ടാകും. അതുകൊണ്ടുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വീടിന്റെ പേര് എക്സ് എന്നാണെങ്കിൽ ഈ എക്സിന്റെ പേരിൽ തന്നെ അനവധി വീടുകൾ അഡ്രസ് ഉണ്ട്. ഇനി അത് നടക്കില്ല. എന്റെ കുടുംബത്തിൽ എന്റെ അനിയനും ഞാനും കൂടെയാണ് 2 വീടുണ്ടെങ്കിൽ 2 പേർക്കും എക്സ് എന്ന് ഇടാം, വീട്ടുപേരിടാം, തെറ്റില്ല. പക്ഷെ 2 നമ്പരായിരിക്കും. നമ്പറിനാണ് പ്രാധാന്യം. 10 അക്ക ഡിജിറ്റൽ നമ്പറാണ് വരുന്നത്. അപ്പൊ നമ്പറിനാണ് പ്രാധാന്യം, അല്ല പേരിലല്ല. ഇപ്പൊ ഒരുപക്ഷെ നമ്മുടെ വീടിന് കാശ്മീരം എന്ന് നമ്മൾ പേരിട്ടു, നമ്മുടെ ബ്രദർ, നമ്മുടെ സിസ്റ്റർ, അവളും ഒക്കെ കാശ്മീരിൽ നിന്ന് പേരിട്ടു, ഇടാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കും, ഒരു ഏരിയ തന്നെ, ഒരു പുരയിടത്തിൽ തന്നെ ആയിരിക്കും. 1 ഏക്കർ സ്ഥലത്ത് ഞാനും എന്റെ സഹോദരൻ എല്ലാം വീട് വെക്കും. ഞങ്ങളുടെയൊക്കെ വീട്ടുപേര് ഒന്ന് തന്നെയാണ്. ഇതായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇതിന്റെ പേരിലായിരുന്നു വലിയ രീതിയിലുള്ള ആൾമാറാട്ടവും അഡ്രസ്സുകളും സംഘടിപ്പിച്ചു. ഇനി അത് നടക്കില്ല. എന്റെ സഹോദരിക്ക് ഒരു നമ്പർ ഉണ്ടാവും, എന്റെ സഹോദരന് ഒരു നമ്പർ ഉണ്ടാവും, എനിക്കൊരു നമ്പർ ഉണ്ടാവും. അപ്പൊ അത് പൊളിയുകയാണ്. അതുകൂടെ വന്നു കഴിഞ്ഞാൽ ഈ ഇല്ലീഗൽ ആയിട്ടുള്ളവരെ പിടിക്കാൻ പറ്റും. ഇപ്പൊ ധനുഷ് പറഞ്ഞില്ലേ റേഷൻ കാർഡിന്റെ കാര്യം. കേരളത്തില് മുമ്പ് റേഷൻ കിട്ടാതായപ്പോ പ്രതിപക്ഷം ഒരു വലിയ ബഹളം ചെയ്തായിരുന്നു. ഓർമ്മയുണ്ടോ? അത് പിണറായി വിജയൻ, പ്രതിപക്ഷമല്ല ഭരണപക്ഷമായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത്. റേഷൻ വെട്ടി കുറച്ചു എന്ന് പറഞ്ഞു വലിയ പുകിലുണ്ടാക്കി. അവിടെ ചെന്നപ്പോൾ നിർമ്മലാ സീതാരാമൻ പറഞ്ഞേ നിങ്ങളുടെ ലിസ്റ്റ് ഇതാണ്, നിങ്ങൾ ആദ്യം ലിസ്റ്റ് ക്ലിയർ ആയിക്കൊണ്ടുപോവാ, ഞാൻ തരാമെന്ന് പറഞ്ഞു. എത്ര പേർക്ക്, എത്ര ലക്ഷക്കണക്കിന് പേർക്ക് ഇവിടെ കിട്ടാതായത്? ഒരാൾക്ക് 2 കാർഡ് വെച്ചുണ്ടായിരുന്നു കേരളത്തിൽ. അന്ന് നമ്മുടെ ഒരു പ്രമുഖയായ CPM വനിതാ നേതാവിന് മന്ത്രിയായിരുന്നവരാണ് 2 കാർഡ് ഉണ്ടായിരുന്നു, APL-ഉം BPL-ഉം. അങ്ങനെയൊക്കെ ഉൾപ്പെടെ ഉണ്ടാകും. നമ്മൾ ആ തെണ്ടിത്തരത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നില്ല, അത് ഇവിടെ ഉള്ളവരുടെ കാര്യമാണ്. ഇവിടെ ഉള്ളവരുടെ കാര്യം തന്നെ ഇതാണ് നടക്കുന്നത്. അപ്പോഴാണ് ഇല്ലീഗലായിട്ട് കയറി വന്നവന് ഇവിടെ എല്ലാവിധം. ഇപ്പൊ ആ നിയമം നടക്കത്തില്ല. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇല്ലീഗലായിട്ട് വന്ന് താമസിക്കുന്നവരെ പിടികൂടി കഴിഞ്ഞാൽ അവരെ കൊണ്ടുവന്ന വാഹനം ഉൾപ്പെടെ CC പിടിച്ചെടുക്കും സർക്കാർ. ഈ കൊണ്ടുവന്നവന് ജാമ്യമില്ല, അവരൊരു വലിയ തുക പിഴയായി കെട്ടിവെക്കണം. അപ്പൊ ആ കൊണ്ടുവരുന്നതിന് ഒരു വലിയ തടയിടാൻ കഴിഞ്ഞു. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഇനിയിപ്പോ ഇവരെ എന്ത് ചെയ്യുമെന്നൊരു ചോദ്യം വലുതായിട്ട് ഉദിക്കുന്നുണ്ട്. കാരണം ഇവരെ ഇപ്പൊ ബംഗ്ലാദേശ് സ്വീകരിക്കുന്നില്ല, ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങളുടെ അല്ല എന്നാണ് അവർ പറയുന്നത്. നിങ്ങളുടെ നാട്ടിലെ ഇല്ലീഗൽ ആയിട്ടുള്ള ആൾക്കാരെ ഞങ്ങളുടെ നാട്ടിലേക്ക് എന്തിനാ കയറ്റിവിടുന്നത്? ഇന്ത്യയിലുള്ള ഇല്ലീഗലായിട്ടുള്ളവർക്ക് എല്ലാം കാര്യങ്ങളും ഉണ്ട്. അവർക്ക് ജാതകമുണ്ട്, പേരുണ്ട്, നാടുണ്ട്, എല്ലാവിധ സർട്ടിഫിക്കറ്റും ഉണ്ട്. പക്ഷെ ഇവിടെ ഇല്ല. പക്ഷെ ഇവിടെ 2 കാര്യങ്ങളുണ്ട്. അത് കേന്ദ്ര സർക്കാർ തന്നെ സമ്മതിക്കുന്ന കാര്യമുണ്ട്. വളരെ പണ്ട് ഈ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി വന്നവരെ ഒന്നും തിരിച്ചറിയുക പ്രയാസകരമാണ്. കാരണം അവർ ഇവിടെ വന്ന് വിവാഹം കഴിച്ച് അവരുടെ കുട്ടികളായി അങ്ങനെ ഒരു തലമുറ തന്നെ മാറിപ്പോയി. ഇനിയിപ്പോ അവരെ ഡിപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന ഒരു കേസേ അല്ല. ഇനി നമുക്ക് കുറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പുള്ളവരെയാണ് ഡിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇതിനൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ലിസ്റ്റ് നമ്മൾ ബംഗ്ലാദേശിന് കൊടുത്തു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് ഇത് നിഷേധിക്കുകയാണ്, ഞങ്ങളുടെ പൗരന്മാരല്ല എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. അപ്പൊ അവർ നിഷേധിക്കുന്ന സ്ഥിതിക്ക് എന്തായിരിക്കും? ഇന്ത്യ അവർക്ക് ഒരിക്കലും പൗരത്വം കൊടുത്തില്ല. 2 കാര്യമുണ്ട്. പൗരത്വ ഭേദഗതി നിയമം അനുസരിച്ച് ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിംസിന് ഇവിടെ പൗരത്വം കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ ആ നിയമം നേരത്തെ ഉണ്ടാക്കി വെച്ചത്. അപ്പൊ അവർക്ക് ഇവിടെ പൗരത്വം ഒരിക്കലും കിട്ടില്ല. ഇനി ആരെങ്കിലും പൗരത്വം കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം കേസുമായിട്ട് കൊടുക്കത്തില്ല. രണ്ടാമത് പിന്നെ ഇവരെ എന്ത് ചെയ്യും? തീറ്റിപ്പോറ്റാൻ പറ്റില്ല. കാരണം നമ്മുടെ നികുതി പണം എടുത്ത് മറ്റൊരു രാജ്യക്കാരെ തീറ്റിപ്പോറ്റാനല്ലല്ലോ, ഈ രാജ്യത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. അത് തന്നെയല്ല, ഇവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കുന്നവരല്ലല്ലോ. ഇവിടെ വന്നിട്ട് പ്രത്യേക രാജ്യം ഉണ്ടാക്കാനും തീവ്രവാദ പ്രവർത്തനം നടത്താനുമാണ് ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഇവരെ നടക്കുക എന്ന് വെച്ചാൽ മറ്റു ചില രാജ്യങ്ങളിൽ നടക്കുന്നത് പോലെ ചില ഒതുക്കുകൾ നടക്കേണ്ടി വരും. അങ്ങനെ ആയിരിക്കാം സംഭവിക്കുക. അത് ഏതൊക്കെ രീതിയിലുള്ള ഒതുക്കുകളാണെന്ന് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടാകും. എങ്ങനെയാണ് ഇതിനെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, ഇല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ എങ്ങനെയാണ് ഇവരെ കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെ പറയും. അതിനെതിരെ കേസിന് പോലും പോകാൻ പറ്റില്ല. അതേ നമുക്ക് ചെയ്യാൻ കഴിയും, അല്ലേ? അല്ലാതെ ഇവരെ ഇവിടെ തീറ്റിപ്പോറ്റുന്ന ബാധ്യത ഈ രാജ്യത്തിൽ തീറ്റിപ്പോറ്റാൻ ഈ സർക്കാരും സമ്മതിക്കത്തില്ല, ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ജനവും സമ്മതിക്കത്തില്ല. ഇത് വോട്ടിന് വേണ്ടി തങ്ങളുടെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഇവരെ കാലാകാലങ്ങളായി പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരിക, തങ്ങളുടെ പ്രകടനത്തിന് കൊണ്ടുവരാനും തങ്ങളുടെ തീവ്രവാദ പ്രവർത്തനത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കൊണ്ടിരുന്നത്. ജോലിയെടുത്ത് ജീവിക്കാൻ ഈ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ ആൾക്കാരുണ്ട്. ബംഗാളിലും ആസാമിലൊക്കെ ഉള്ള ആൾക്കാർ പണിയെടുക്കാൻ തയ്യാറാണ്, അവർക്കുണ്ട്. അവരുടെ കൂടെ ജോലി കവർന്നെടുത്തുകൊണ്ടാണ് ഇല്ലീഗലായിട്ട് ബംഗ്ലാദേശിൽ നിന്ന് ആൾക്കാർ വരുന്നത്. അപ്പൊ അവരെ സ്വീകരിക്കാൻ ബംഗ്ലാദേശ് തയ്യാറാകുന്നില്ല എങ്കിൽ അവര് ഈ രാജ്യത്ത് പൗരത്വം ഇല്ലാത്തവരാണ്. അവർക്ക് എന്ത് സംഭവിച്ചാലും ചോദിക്കാനും പറയാനും ആരുണ്ടാകില്ല. നാളെ ഇവിടെ ഒരു അക്രമം നടന്നു, ഒരു വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു, ഇല്ലെങ്കിൽ ഒരു അക്രമ സംഭവത്തിൽ ഈ ബംഗ്ലാദേശി ആണ് കൊല്ലപ്പെടുന്നതെങ്കിൽ ഈ ഡെഡ് ബോഡി പോലും സ്വീകരിക്കാനായിട്ട് അവിടെ ആളുണ്ടാകില്ല. ഇയാളാരുമല്ല, ഇയാൾക്ക് വേണ്ടിയിട്ട് ആരാണ്? ഇപ്പൊ ഇനി ആക്ടിവിസ്റ്റുകളും ഉണ്ടില്ല. കാരണം ആക്ടിവിസ്റ്റുകളുടെ കാലമൊക്കെ പോയി, മനുഷ്യാവകാശ സംഘടനകളുടെ കാലമൊക്കെ പോയി. കാരണം അവരാരും ഈ രാജ്യത്തെ തുരങ്കം വെച്ച് നശിപ്പിച്ചൊരു വലിയ പങ്കുപോയി. ഇപ്പൊ അവരൊന്നും ഇല്ല. NGO-കളൊക്കെ ഫണ്ട് വരവ് നിന്നോടുകൂടി തന്നെ അത്തരം NGO-കളെല്ലാം കൂട്ടിക്കെട്ടിപ്പോയി. പിച്ചെടുക്കാൻ പോലും പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയാണ്. അപ്പൊ അത് നടക്കില്ല. ഇനിയിപ്പോ ചെയ്യാൻ പോകുന്ന കാര്യം, ഇങ്ങനെ സംഭവിച്ചാൽ
ആർക്കും ഒന്നും പറയാൻ പറ്റും, ചോദ്യം ചെയ്യാൻ പറ്റും, കോടതി പോകാൻ പറ്റുമോ? ഇങ്ങനെ ഊരും പേരും അറിയാത്തൊരുത്തം മരിച്ചു, അവന്റെ അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ കോടതി പറയുമ്പോൾ പണി നോക്കടാന്ന് പറയും. അവൻ ആരാന്ന് ചോദിക്കും, ഇന്ത്യൻ പൗരനാണോ, ഇല്ലെങ്കിൽ ഇന്ത്യയിലുള്ളതാണോ, ഇല്ലെങ്കിൽ നിന്റെ ആരെങ്കിലും ആണോ എന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. ഇല്ല എങ്കിൽ കപ്പൽ മുങ്ങാം, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിക്കാം, സംഭവങ്ങളൊക്കെ ഇപ്പൊ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ ബംഗ്ലാദേശിലുള്ള കുറെ ബംഗ്ലാദേശികളെ നമ്മൾ ആൻഡമാൻ നിക്കോബാറിലോട്ട് ദ്വീപിലോട്ട് കൊണ്ടുപോയിട്ട് കടലിലെറിഞ്ഞു എന്ന് പറഞ്ഞൊരു ഹർജി കോടതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. കോടതി പറയുന്നു കണ്ടപഴി ഓടിക്കൊള്ളാൻ പറഞ്ഞു, അല്ലെങ്കിൽ ആ കടലിൽ നിന്നെ മുക്കിത്താക്കുമെന്ന് പറഞ്ഞു. മര്യാദയ്ക്ക് ഇമാതിരി ഹർജിയൊക്കെ കൊണ്ടുവന്ന കോടതി ഓൾറെഡി പറഞ്ഞതാണ് ഇവന്മാരെയൊക്കെ അടിച്ചു പുറത്താക്കണമെന്ന്. അപ്പോഴാണ് ഒരുത്തന്നെ ഇവിടെ ബംഗ്ലാദേശികളെ ഇന്ത്യ ആൻഡമാൻ നിക്കോബാറിൽ കൊണ്ടുപോയി കടലിലെറിഞ്ഞു എന്ന് പറഞ്ഞു. കോടതി തെളിവുണ്ടോ എന്ന് ചോദിച്ചു. തെളിവില്ല, ഇതാണ് രേഖ എന്ന് പറഞ്ഞു. ഈ രേഖയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ പഴയ അടിച്ചു കൊടുത്തെന്ന് തോന്നുന്നു. കോടതി ഓൾറെഡി അതൊക്കെ എടുത്ത് തോട്ടിലെറിഞ്ഞതാണ്. ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യങ്ങളേ അല്ല. ഞാൻ ഏത് രീതിയിൽ നോക്കിയാലും അവർക്ക് ഇവിടെ പൗരത്വം അനുവദിക്കാനേ കഴിയില്ല. അടിച്ച് പുറത്താക്കാൻ നമുക്ക് പുറത്താക്കാൻ സ്ഥലം കാണുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ അടുത്ത മാർഗം ഓരോ രാജ്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ പല രീതിയിൽ. ചൈന ഇങ്ങനെയുള്ളവർ എന്താ ചെയ്യുന്നറിയാവോ? ഈ ഉത്തര കൊറിയ സ്വന്തം ജനത്തിന് തന്നെ അത് ചെയ്യുന്നത്. പിടിച്ചു കെട്ടിയിട്ട് വേറെ എവിടെയെങ്കിലും ഇവരെ വിൽക്കുകയാണ് ചെയ്യുന്നത്. ഇവരെ ഏറ്റെടുക്കാൻ വേറെ രാജ്യങ്ങളുണ്ട്, ടെറർ ഗ്രൂപ്പുകൾ തയ്യാറാകുന്നുണ്ട്. മറ്റു രാജ്യങ്ങളിലൊക്കെ ഈ ജോലിക്ക് വേണ്ടിയിട്ട് വീട്ടുപണിക്കൊക്കെ വേണ്ടി ആളെ വേണം. ഈ ചൈന ചെയ്യുന്ന പണി അതാ, ഇവരെ പിടിച്ച് എടുത്തിട്ട് വീട്ടുപണിക്കൊക്കെ വേണ്ടിയിട്ട് പല രാജ്യങ്ങളിലേക്ക് അവർ കയറ്റി അയക്കുന്നു. വലിയ ഇതാ, കാരണം ഒറ്റയടിക്കാ പൈസ കിട്ടുന്നത്. എപ്പോഴും പൈസ ഇല്ല, വൺ ടൈം പൈസയും കിട്ടും. ഇപ്പൊ 10,000 രൂപ ഒരാൾക്ക് വെച്ച് പറഞ്ഞിട്ട് ഇവരെ കയറ്റിവിടും. മറ്റൊന്ന് പറഞ്ഞാൽ ഈ ടെറർ ഗ്രൂപ്പുകൾ ഇവരെ കൊണ്ടുപോകാൻ തയ്യാറാണ്. നമ്മൾ എവിടെയെങ്കിലും തള്ളി കൊടുത്താൽ മതി. ഇപ്പം മിക്കവാറും അഫ്ഗാനിസ്ഥാന്റെ ബോർഡറിലൊക്കെ ഇവരെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് വന്ന് ISI കുറച്ച് പേരെ കൊണ്ടുപോകും, അൽഖ്വയ്ദ കുറച്ച് പേരെ. കാരണം ഇവർക്ക് പിന്നെ അതിനൊക്കെ പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ടാണല്ലോ, കൊണ്ടുപോയിക്കോളും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചിലപ്പോൾ നടക്കാം. കാരണം അങ്ങനെ, പക്ഷെ നമ്മുടെ രാജ്യം അത് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. ഉത്തര കൊറിയ ചെയ്യുന്നത് അങ്ങനെയാണ്, അത് അവരുടെ സ്വന്തം പൗരന്മാരെ തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള ഈ ഇല്ലീഗൽസിനൊക്കെ അങ്ങനെ പല മെത്തേഡിൽ കൂടെ ചെയ്യാനേ പറ്റൂ. അല്ലാതെ ഈ 2 കോടി ജനത്തിനൊക്കെ പുറന്തള്ളുക വലിയ പ്രയാസകരമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ബംഗ്ലാദേശിനെ സ്വീകരിക്കാൻ പ്രയാസമാണ്. ഒന്നാമത് അവന്മാർ പട്ടിണിയാണ്. പിന്നെ ഈ പാകിസ്ഥാന്റെ സഹോദരങ്ങൾ തന്നെയാണല്ലോ, പഴയ പാകിസ്ഥാൻകാർ തന്നെയാണല്ലോ ബംഗ്ലാദേശിൽ. അപ്പം പാകിസ്ഥാനിൽ ഇതിനു മുമ്പ് വലിയ ഗീർവാണമൊക്കെ ആയിരുന്നല്ലോ, ഇന്ത്യ വന്നാൽ ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും, തകർത്ത് വരും. അതിന് പോലും ഗതിയില്ലാത്തവരാണ് ബംഗ്ലാദേശിൽ. അവിടുത്തെ ഒരു സൈന്യ ഉദ്യോഗസ്ഥനാണ് ഈ പറഞ്ഞിരുന്നത്. ഡെയിലി സ്റ്റാർ എന്ന് പറഞ്ഞ് ബംഗ്ലാദേശിന്റെ പത്രത്തിലാണ് ഈ വാർത്ത വന്നത്. അവിടുത്തെ ഒരു ഉന്നത സൈന്യ ഉദ്യോഗസ്ഥനാണ് പറഞ്ഞത്, ഞങ്ങൾ സൈനികപരമായി നേരിടുന്നു. അതിനുള്ള കപ്പാസിറ്റി ഒന്നും ബംഗ്ലാദേശിനില്ല. പിന്നെ ചിലരൊക്കെ പറയുന്നത് ചൈന ബാക്ക് ചെയ്യും, അമേരിക്ക ബംഗ്ലാദേശിന്റെ പിന്നിലുണ്ട് ബാക്ക് ചെയ്യുന്നത്. ഇതിനേക്കാൾ കൂടുതൽ രാജ്യം ബാക്ക് ചെയ്തൊരു സാധനമാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ അടി കൊണ്ട് നട്ടം തിരിഞ്ഞ് കിടക്കുന്നത് പാകിസ്ഥാൻ എന്ന് പറയും. എന്തായാലും ബംഗ്ലാദേശിനെ അത്രയും ബാക്ക് ചെയ്യാനൊന്നും ആരും വരില്ല. കാരണം നിർണായകമായ ഒരു റോളിൽ കിടക്കുന്ന സ്ഥലമാണ് പാകിസ്ഥാൻ. ചൈന, അഫ്ഗാനിസ്ഥാൻ, റഷ്യ ഇതെല്ലാം കിടക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു ജാമ് പോലെ നിൽക്കുന്ന സ്ഥലമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് എല്ലാവർക്കും ഇൻട്രസ്റ്റും വരും. പിന്നെ അത്യാവശ്യം ബംഗ്ലാദേശിനേക്കാൾ എന്തെങ്കിലുമൊക്കെ വല്ലതും ഉണ്ട്. അവിടെ അവരെ പിന്തുണയ്ക്കാനായിട്ട് ഈ ചൈനയും വന്നിട്ടില്ല, അമേരിക്കയും വന്നിട്ടില്ല. പിന്തുണച്ചിട്ടുണ്ടാകും, അടി കിട്ടിയപ്പോൾ അവന്മാർക്കാണ് കിട്ടിയത് മേടിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അവര്. അപ്പം ബംഗ്ലാദേശിന് അതുപോലും വേണ്ടി വരത്തില്ല. അതിനൊന്നും അവിടുത്തെ സൈന്യം തുണിയത്തില്ല. ഇത് സൈന്യത്തിൽ തന്നെ 2 ഗ്രൂപ്പൊക്കെ ഉണ്ട് അവിടെ. നമ്മുടെ ഉസ്മാന് എതിരെയുള്ളൊരു ഗ്രൂപ്പ് ഉണ്ട് അവിടെ, വസീമോ അങ്ങനെ വന്നിട്ട് അയാളുടെ ഗ്രൂപ്പാണ് ഇപ്പൊ ഈ ഡയലോഗ് അടിച്ചത്. അപ്പൊ സംഭവിക്കാൻ പോകുന്ന ഇതാണ്, ഇനി മുതൽ അങ്ങനെയുള്ളവർ റോഹിംഗ്യകളെ പോലെ ഇല്ലീഗൽ ആയിട്ടുള്ളവരാണ്. ആ ഇല്ലീഗൽ ആയിട്ടുള്ളവര് ജോലി ചെയ്ത് പിടിച്ചാലോ, ഇല്ലീഗൽ ആയിട്ടുള്ളവർ ക്രൈം ചെയ്ത് പിടിച്ചാലോ, ഇത് ഈവൻ നമ്മുടെ നാട്ടിൽ കൂടെ പോകുന്നവൻ ബംഗ്ലാദേശിയാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവനെതിരെ എന്ത് നടപടിയും വേണം എടുക്കാം. കാരണം അവൻ നമ്മുടെ രാജ്യത്തല്ല, ഈ ഇന്ത്യൻ പൗരനല്ല. ഒരു രാജ്യത്തിന്റെ പൗരനല്ലാത്ത ഒരാൾക്ക് എവിടെങ്കിലും നടക്കാൻ കഴിയുമോ? ഈ ഛിന്ന ഭിന്നമായ രാജ്യത്തിൽ കൂടെ പോലും നടക്കാൻ കഴിയില്ല. ഒരു രാജ്യത്തെ പൗരനാണ് പറഞ്ഞത്. ഇവിടെ നമ്മള് യൂറോപ്യൻ കൺട്രീസ് ഒന്നുമല്ല. ഇപ്പൊ യൂറോപ്യൻ കൺട്രീസ് എന്താണ്, ഇവന്മാരുടെ വലിയൊരു സാധനമാണ്. ഇവിടുത്തെ കുറെ ഇവാഞ്ചലിസ്റ്റുകൾ പറയുന്നൊരു കാര്യമുണ്ട്, എന്താ അറിയാമോ? ഞങ്ങൾ ഇവിടെ ഒരു രാജ്യം, ഇന്ത്യയിൽ ഒരു രാജ്യം ഉണ്ടാക്കും. എടാ, എത്രയോ ക്രിസ്ത്യൻ രാജ്യം, സ്ട്രോങ് ആയിട്ടുള്ള ക്രിസ്ത്യൻ രാജ്യങ്ങൾ മുഴുവൻ ഇപ്പൊ സുഡാപ്പികൾ കയറി ഇരുന്ന് ഭരിക്കുക. അവര് ഭൂരിപക്ഷമായി. സ്വന്തം രാജ്യം രക്ഷിക്കാൻ കഴിയാത്തവനാണ് ഇതില്ലേ, ലെബനനുണ്ട്, ഇതിപ്പോ UK മുസ്ലിം ഭൂരിപക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അത് എണ്ണം പറഞ്ഞ തീവ്രവാദികളാണ് തലപ്പത്തേക്ക് വരുന്നത്. ഇതൊന്നും രക്ഷിക്കാൻ കഴിയാതെ ഇന്ത്യയെ വന്നിട്ട് രാജ്യം ഉണ്ടാക്കാനിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങൾ രാജ്യം ഉണ്ടാക്കുന്നത്. ഇവന്മാർക്കൊക്കെ ആദ്യം പറയാനുള്ളത്, നമ്മൾ ആദ്യം നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുക, രാജ്യത്തെ മനസ്സിലാക്കുക. ഈ രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാതെ വല്ല നാട്ടിൽ നിന്നും വന്ന് നമുക്ക് എവിടെയെങ്കിലും അങ്ങനെ അനുവദിക്കുമോ? നമ്മുടെ ഒരു പാസ്പോർട്ടും കാര്യങ്ങളും ഇല്ലാതെ ഏതെങ്കിലും രാജ്യത്ത് കറങ്ങി നടന്ന് അപ്പൊ പിടിക്കും. സൗദിയിലോ അറബ് രാജ്യത്ത് എന്തായിരിക്കും അവസ്ഥ? ഒക്കെ തല പോലും പിന്നെ കാണത്തില്ല. ഇവിടെ അപ്പൊ ഇവിടെ എന്ത് തോന്നിവസം കാണിക്കുന്ന രാജ്യമല്ല, നമ്മളെല്ലാവരും സ്വീകരിക്കുന്ന രാജ്യവുമല്ല, എല്ലാവരും പാലൂട്ടി വളർത്തുന്ന രാജ്യവുമല്ല. അപ്പൊ ഒരു കാര്യം കൂടെ ആലോചിക്കണം, നമ്മൾക്ക് നമ്മുടെ കേന്ദ്ര സർക്കാർ മറ്റുള്ള ആൾക്കാരും ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ആയുഷ്മാൻ ഭാരത് ആയാലും റേഷൻ ആയാലും ഒക്കെ ഈ 2 കോടി ഇല്ലീഗലായിട്ട് വന്ന ബംഗ്ലാദേശിലേക്കും കിട്ടുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഇനി ഞങ്ങൾക്ക് തരുന്നില്ലെന്ന് പറഞ്ഞൊരു പ്രതിഷേധം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഈ ബംഗ്ലാദേശിലോട് പോയി ചോദിക്കുക, നിങ്ങൾക്ക്
കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ടല്ലേ ഞങ്ങളുടെ വിഹിതം കുറയുന്നത്. ആസാമിൽ അതാണ്, ബംഗാളിൽ അതാണ്. അപ്പം ഇതിനെതിരെ ഇപ്പൊ ആരും ഒന്നും മിണ്ടാത്തെന്നറിയാവോ? ഇത് ചിലപ്പോൾ വരും, സ്വാഭാവികമായിട്ട് ഇതിന്റെ ഒരു ടെൻഷൻ മുറുകുമ്പോൾ സ്വാഭാവികമായിട്ട് കുറെ സംഘടനകളും പ്രസ്ഥാനക്കാരൊക്കെ വരും. അവരെ കളയല്ലേ, ആദ്യം അവന്മാരെയാണ് പിടിച്ച് കളയേണ്ടത്, അങ്ങനെ പറയുന്നവന്മാർ. കാരണം അവരെല്ലാം കൂടെ വളം വെച്ചാണ് ഈ രാജ്യത്ത് 2 കോടി പേര്, അല്ല നരേന്ദ്രമോദി കയറിയപ്പോൾ 2 കോടി പേര് ഇങ്ങോട്ട് വന്നതല്ല. കാലം ഇപ്പൊ കുറഞ്ഞു. അത് അദ്ദേഹം കയറിയതിനു ശേഷം അതിർത്തി നമ്മൾ വേലി കെട്ടുകയും നല്ല സുരക്ഷ ശക്തമാക്കുകയും ചെയ്തപ്പോൾ ഇപ്പൊ കുറഞ്ഞു. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഇപ്പൊ സംഭവിക്കുന്നത്. ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യും, കാറ്റായും മഴയായും പേമാരിയായും ഒക്കെ പെയ്തിറങ്ങി സർവനാശം എവിടെങ്കിലും വിതയ്ക്കാം. മായാവിയും ഒക്കെ ഉള്ള ഒരു രാജ്യം തന്നെയാണ് ഭാരതം. നമുക്ക് അങ്ങനെയും സംഭവിക്കാം. ഏതായാലും ഇവരൊന്നും അറിയാതെ വന്നവരായിരിക്കാം. ഏതായാലും ഒരു രാജ്യം സ്വന്തം പൗരന്മാരെ തള്ളിപ്പറയുന്നത് എന്ത് നെറികെട്ട രാജ്യമായിരിക്കും എന്ന് ആലോചിക്കുന്നത്. നമ്മുടെ ഇന്ത്യ ഒരു ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരൻ എന്നൊരു പേര് എവിടെയെങ്കിലും ഒരു ന്യൂസിൽ വന്നാൽ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇടപെടാറുണ്ട്, ഇവിടെ കൊണ്ടുവരാറുണ്ട്. അപ്പം അവിടെയാണ് ഈ നെറികെട്ട പണി. അത് ഞാൻ പറഞ്ഞില്ല, ഇവന്മാരുടെ ഒരു ബേസിക് നേച്ചറാണ്, കൾച്ചറില്ല, ബുദ്ധിയില്ല, ഒന്നുമില്ല. അതാണ് അതിന്റെ പ്രശ്നം. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.